Good morning, my dear children. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അതിനുള്ളിലെ വിവിധങ്ങളായ ഓപ്പറേഷനുകൾ തുടങ്ങിയ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, കമ്പ്യൂട്ടർ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. വിവിധങ്ങളായ ഡേറ്റകളെ നമ്മൾ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഡേറ്റകളെ സിംഗിൾ ഡാറ്റ ഐറ്റമായിട്ടും പലപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ടും ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. സിംഗിൾ ഡാറ്റ ഐറ്റംസിനെ അറ്റോമിക് ഡാറ്റ എന്നും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. C++, ജാവ പോലെയുള്ള തുടങ്ങിയ ലാംഗ്വേജുകളിലൊക്കെ ഈ സിംഗിൾ ഡാറ്റ ഐറ്റം പ്രോസസ്സ് ചെയ്യുന്നതിന് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആയ ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഡബിൾ പ്രിസിഷൻ തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അറേയും സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഉപയോഗിച്ചു. അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസ് ഡാറ്റയുടെ കളക്ഷനാണ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ. അപ്പം അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അറേയും സ്ട്രക്ചറും. അത് സിമ്പിളായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് അറേയ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. സോ ദിസ് ചാപ്റ്റർ പ്രസൻറ്റ്സ് ദ ഫെസിലിറ്റീസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടു ഓർഗനൈസ് ഡാറ്റ ഇൻ ഗ്രൂപ്സ് based on different principles and criteria. Okay, the amount of data that can be accommodated in a group and the operations performed on them vary depending on the organizing principle followed in constituting each group of data. ഓരോ ഗ്രൂപ്പ് ഓഫ് ഡേറ്റയും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസും വ്യത്യസ്തമായിരിക്കും. പലതരത്തിലുള്ള സ്ട്രാറ്റജിയെ ബേസ് ചെയ്ത് നമുക്ക് ഡേറ്റകളെ നമുക്ക് ഗ്രൂപ്പാക്കി തിരിക്കാം, ഗ്രൂപ്പാക്കി അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ പറയുന്ന ചെയ്യുന്ന പ്രോസസ്സിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ പലതരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചറുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫോർമൽ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം, ഡേറ്റ സ്ട്രക്ചർ ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് similar or dissimilar logically related data items which can be processed as a single unit. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഒരു ഡേറ്റ സ്ട്രക്ചർ വഴി നമുക്ക് കുറച്ചധികം ഡേറ്റകളെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റകളെ, ദാറ്റ് മേ ബി ലോജിക്കലി റിലേറ്റഡ്, പലതരത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പുള്ള ഒരു കൂട്ടം ഡേറ്റകളെ നമ്മൾക്ക് ഒരു യൂണിറ്റ് ആക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ പ്രിൻസിപ്പിൾ വേ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മളെ സഹായിക്കുന്ന. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലറോ ഡിസിമിലറോ, ഒരേ തരത്തിലോ പലതരത്തിലുള്ളതോ, ലോജിക്കലി ദാറ്റ് ഹാവ് സർട്ടൻ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഐറ്റംസിനെ നമുക്ക് ഒരു യൂണിറ്റ് ആക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് നോട്ട് ഓൺലി അലോ ദ യൂസർ ടു കമ്പൈൻ വേരിയസ് ടൈപ്സ് ഓഫ് ഡേറ്റ but also allow processing of the group as a single unit. ഒരു യൂണിറ്റ് ആക്കി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അതിനെ നമ്മൾ പലതരത്തിലുള്ള ബേസിക് ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി നമുക്ക് ഫോം ചെയ്ത് അതിനെ സിംഗിൾ യൂണിറ്റ് ആക്കി പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഇറ്റ് ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇനി നമ്മൾ കുറച്ച് കളക്ഷൻ ഓഫ് ഡേറ്റ കാണുകയാണ്. കുറച്ച് പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിനുള്ളിലെ റൂൾസ് എന്താണ്, അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് നമുക്ക് ജനറലായിട്ടൊന്ന് നോക്കാം. ഈ പിക്ചറിൽ നിന്ന് ആദ്യത്തെ കളക്ഷൻ ഓഫ് ടോയ്സ് ആണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചധികം ടോയ്സ് കൂട്ടിയിട്ടിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? അതിന് ഒരു പ്രത്യേക പ്രിൻസിപ്പിളൊന്നുമില്ല. രണ്ടാമത് നോക്കിയാൽ ഒരു റാക്ക് ഓഫ് പ്ലേറ്റ്സ് ആണ്. ആ റാക്കിനുള്ളിൽ 5 സ്പേസ് ഉണ്ട്.
5 പൊസിഷനും ഫിൽഡാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. വൺ ആഫ്റ്റർ അനദർ എന്ന രീതി. ഒരു ലീനിയർ, അതിൻ്റെ ഡയമെൻഷൻ കണ്ട ഒരു ലീനിയർ 1 ഡയമെൻഷണൽ അറേ പോലെ തോന്നിക്കും. ലീനിയർ ഡയമെൻഷനാണ്. സീക്വൻഷ്യലി, അതായത് ഒരു സീരിയൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീക്വൻഷ്യലി ആണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. നിങ്ങൾക്ക് അതെല്ലാം ഡയഗ്രത്തിൽ പിക്ചറിൽ നിന്ന് പിടികിട്ടും. ഒരു ഏതെങ്കിലും ഒരു 5 പ്ലേറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു പ്ലേറ്റ് മാറ്റിയിട്ട് നമുക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് അടുക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണെങ്കിലും, അത് ആദ്യമാകാം അവസാനമാകാം ഇടയ്ക്കാകാം, അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ പ്ലേറ്റ്സ് ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുത്ത് മാറ്റാം. അതിന് പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. 1ാമത്തെ പ്ലേറ്റ് ആകാം, അല്ലെങ്കിൽ 3 ആകാം, അല്ലെങ്കിൽ ലാസ്റ്റ് ആകാം. ഏത് പൊസിഷനിൽ നമുക്ക് എടുത്ത് മാറ്റാം. ഏത് പൊസിഷനിലേക്ക് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. 5 സ്പേസേ ഉള്ളൂ. 6ാമതൊരു പ്ലേറ്റ് വന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ പിക്ചറിലെ പോലെ കണ്ടാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഓവർഫ്ലോ വരും. അവിടെ സ്പേസ് ഇല്ല, നോ മോർ സ്പേസ് എന്ന കണ്ടീഷൻ വരും. അതായത് ലിമിറ്റേഷനുണ്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ആ പിക്ചറിൽ നമുക്ക് അത്രയൊക്കെ കാര്യങ്ങൾ ഊഹിക്കാം. അടുത്ത് നോക്കിയ ഒരു CD പാക്കാണ്. അവിടെ ഒന്നിന് മേളിൽ ഒന്നായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാടങ്ങ് നമുക്ക് അടുക്കി വയ്ക്കാൻ പറ്റുന്നില്ല. പിന്നീട് എന്താണ് നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റുന്നത്, ഒരു CD ഏറ്റവും മുകളിൽ ആയിട്ടാണ് നമ്മൾ അടുക്കി വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു മാറ്റുന്നത് അതേ എൻഡിൽ കൂടെ തന്നെയാണ്. രണ്ടും നമുക്ക് നോക്കിയാൽ ഈ എൻഡാണ് ഉപയോഗിക്കുന്നത്. ഈ CD എടുത്തിട്ട് മേളിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന CD എടുത്ത് ഇങ്ങോട്ട് മാറ്റുന്നു. ആ എൻഡിന് പറയുന്ന പേരാണ് ടോപ്പ് എൻഡ് എന്ന് പറയും. അതും ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്, 1 ഡയമെൻഷനാണ്. പക്ഷേ അവിടെ ഒരു എൻഡാണ് ഉപയോഗിക്കുന്നത്. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ എൻഡ്, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ എൻഡാണ്. അതാണ് ഇൻസേർഷൻ ഡിലീഷൻ. അപ്പോൾ ഒരു എൻഡിൽ കൂടാണ് നടക്കുന്നത് ഇൻസേർഷനും ഡിലീഷനും. ആ എൻഡിന് ടോപ്പ് എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഒരു എൻഡിൽ കൂടെ മാത്രം ഓപ്പറേഷൻ നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻ, ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമ്മൾ സ്റ്റാക്ക് എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. 1 എൻഡിൽ കൂടെ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്ത CD ആണ് നമ്മൾ ഫസ്റ്റ് പുറത്ത് മാറ്റുന്നത്. ഇതെടുത്ത് ഇവിടെ വയ്ക്കുന്നു, ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന സ്ട്രാറ്റജിയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓർത്തിരിക്കുക, പിന്നീട് നമ്മൾ കാണും. ഇവിടെ നോക്കിയൊരു ക്യൂ ആണ് കുറച്ച് സ്റ്റുഡൻസിൻ്റെ. ഈ ക്യൂവിൽ എൻ്റെ പ്രത്യേകത, ക്യൂവിന് അങ്ങനെ ലിമിറ്റേഷനൊന്നും ഇല്ല. ക്യൂ എൻഡ്ലെസ് ആയിട്ട് അങ്ങ് പോകും. ഒരാൾ വീതം വന്നു കഴിഞ്ഞാൽ പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാം. ക്യൂവിൽ ആഡ് ചെയ്യുന്നത് ഈ എൻഡിലാണ്, റിയർ എൻഡ് എന്ന് പറയും. ഫ്രണ്ട് എൻഡിൽ കൂടാണ് ക്യൂവിൽ നിന്ന് ആൾക്കാർ വിട്ടു പോകുന്നത്. ഇവിടെ നമ്മൾ ബസ്സിലേക്ക് കയറാനാണെങ്കിൽ ഒരാൾ ഇതിലേ കൂടാണ് കയറുന്നത്. ആദ്യം വന്ന് നിന്ന ആളാണ് ആദ്യം കയറിപ്പോകുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? രണ്ടാമത് വന്ന ആൾ രണ്ടാമത് ബസ്സിലേക്ക് കയറും. മൂന്നാമത് വന്ന ആൾ മൂന്നാമത്. ഏറ്റവും ലാസ്റ്റിൽ വന്ന് നിന്ന ആൾ ഏറ്റവും അവസാനം. അത് ഫസ്റ്റിൽ നിന്ന ആൾ ഫസ്റ്റ് കം ഫസ്റ്റ് സേവ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നൊക്കെ പറയാം. ഫിഫോ അല്ലെങ്കിൽ FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ക്യൂവിൽ. മനസ്സിലായി? 2 എൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇൻസെർട്ട് ചെയ്യാനും ഒന്ന് ഡിലീറ്റ് ചെയ്യാനും. അപ്പോൾ 2 എൻഡുകൾ ഉപയോഗിക്കുന്നു. അതാണ് ക്യൂവിൻ്റെ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി. അതേപോലെ തന്നെ സെയിം ഓട്ടോറിക്ഷ ആണെന്നേ ഉള്ളൂ. ആദ്യം വന്ന് കിടന്നത് ആദ്യം ഓടും, ആദ്യം ഓട്ടത്തിന് പോകും. രണ്ടാമത് ആ ഓർഡറിൽ. ക്യൂവിൻ്റെ പ്രത്യേകതയാണ് 2 എൻഡ് ഉപയോഗിക്കുന്നു. പുതിയൊരു ഓട്ടോ വന്ന് ആഡ് ചെയ്യുന്ന ഈ ലാസ്റ്റ് എൻഡിലാണ്. ഇവിടെ നിന്നാണ് പുതിയ ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്, ഈ എൻഡിൽ നിന്ന്. ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പല ഓപ്പറേഷനുകൾ ചെയ്യാം. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഡേറ്റാ സ്ട്രക്ചറുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. നമ്മൾ മെയിനായിട്ട് ഡേറ്റാ സ്ട്രക്ചറിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിൾ നേരത്തെ പറഞ്ഞാണ് അരയും സ്ട്രക്ചറും. വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. ഒരേ തരത്തിലുള്ള ഡേറ്റകളെ, ഒരു കൂട്ടം ഹോമോജീനിയസ് ടൈപ്പ് ഓഫ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ അറേ ഉപയോഗിക്കാം. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ആണെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇനി സിമ്പിൾ ഡാറ്റാ സ്ട്രക്ചറുകൾ ചേർന്നാണ് കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. സിമ്പിൾ ഡാറ്റാ കോമ്പൗണ്ടിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിനെ നമുക്ക് വീണ്ടും സ്റ്റാറ്റിക് ക്യൂ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നും, നോൺ ലീനിയറിനെ ട്രീ അഥവാ ഗ്രാഫ് എന്നും ഡിവൈഡ് ചെയ്യാം. ലീനിയർ ആകുമ്പോൾ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യുന്നതാണ്.
മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഡേറ്റ സ്ട്രക്ചർ ഈസ് സെഡ് ടു ബി ലീനിയർ ഇഫ് ഇറ്റ്സ് എലമെൻറ്റ്സ് ഫോം എ സീക്വൻസ്. ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണത്, 1 2 3 4 അല്ലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഓർഡറിൽ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ സ്റ്റാക്ക് ക്യൂ ഒക്കെ അതിൽ വരുന്നതാണ്. സീക്വൻഷ്യൽ ഓർഡറാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേ ഉപയോഗിച്ചിട്ടാണ്, സിംഗിൾ ഡയമെൻഷണൽ അറേ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ സാധാരണ അറേയിൽ നിന്ന് മാറി ചെറിയ റൂൾസ് ഉണ്ട്. അവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട്, അൽഫിഫോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യും. എ ഡാറ്റ സ്ട്രക്ചർ ഈസ് ടു ബി നോൺ ലീനിയർ. എന്താണ് അത്? ഒരു സീക്വൻഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല, റാൻഡമായിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. എ ഡാറ്റ സ്ട്രക്ചർ ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ ഇഫ് ഇറ്റ്സ് എലമെൻറ്റ്സ് ഡു നോട്ട് ഫോം എനി സീക്വൻസ് ഇൻ മെമ്മറി. മെമ്മറിയിൽ സീക്വൻസ് ഇല്ല. ഇൻ ദിസ് ടൈപ്പ് ഓഫ് അത് സ്കാറ്ററിങ് ആണ്, റാൻഡമായിട്ട് സ്കാറ്റേർഡ് ചെയ്താണ്, സീക്വൻഷ്യലായിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ദ എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ റാൻഡം മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് ദേ നീഡ് നോട്ട് ബി ആക്സസ്ഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. സീക്വൻഷ്യലായിട്ട് ഒന്നിന് പുറകെ നമ്മൾ അറേ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, അതിനകത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു സബ്സ്ക്രിപ്റ്റ് വെച്ച് 0 to n-1 0 1 2 3 എക്സെട്ര എന്ന സബ്സ്ക്രിപ്റ്റ് വഴി നമുക്ക് ആക്സസ് ചെയ്യാം, റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാം. അത് കാരണം എന്താണ്? മെമ്മറിയിൽ സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, ഡൈനാമിക്കിൽ. അപ്പം ഡൈനാമിക്കല്ല, നോൺ ലീനിയറിൽ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ലീനിയർ ആകുമ്പോൾ സീക്വൻഷ്യലാണ്. അപ്പോൾ അറേസ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഓർഡറിലാണ് നമ്മൾ സ്റ്റാക്ക്, ക്യൂസ്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പം ഇത് മൂന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേസ് ഉപയോഗിച്ച് തന്നെയാണ്, 1 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് കുറച്ച് സ്ട്രാറ്റജീസ് അഡീഷണൽ വരുന്നതേ ഉള്ളൂ. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ അതിന് മെമ്മറിയിൽ ലീനിയറായിട്ടല്ല, സീക്വൻഷ്യലായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അത് സ്കാറ്റർ ചെയ്തിട്ടാണ്, റാൻഡമായിട്ടൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത്, റാൻഡം മെമ്മറി ലൊക്കേഷൻസ് ആണ്. സോ അത് ട്രീയും ഗ്രാഫും അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ വെരി സിമ്പിളാണ്. കോമ്പൗണ്ട് ആണെങ്കിൽ സിമ്പിളൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് നോൺ ലീനിയർ, ലീനിയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എക്സാമ്പിളുകളും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറുകളെ കുറിച്ചാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ മെമ്മറി അലോക്കേഷൻസ് data structure may be classified as static data structures and dynamic data structures. മനസ്സിലായോ? അപ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെയുണ്ട്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറും സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറും. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് are associated with primary memory. The required memory is allocated before the execution of the program. അതിനെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിട്ടാണ്, ഫിക്സഡ് ആയിട്ടാണ്. അതെപ്പോഴാണ്? കമ്പൈലേഷൻ ടൈമിലാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഡിക്ലറേഷൻ ടൈമിലാണ്. അറേസ് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫിക്സഡ് മെമ്മറി അലോക്കേഷനാണ്. മനസ്സിലായാൽ? കമ്പൈലേഷൻ ടൈമിലാണ്. അപ്പം സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറും അത് തന്നെയാണ്. അറേസ് എക്സാമ്പിളാണ്. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആൻഡ് ദ മെമ്മറി സ്പേസ് വിൽ ബി ഫിക്സഡ് ത്രൂ ഔട്ട് ദ എക്സിക്യൂഷൻ. അറേ എക്സാമ്പിളാണ്. ഡാറ്റ സ്ട്രക്ചർ യൂസിങ് അറേസ് ആർ സ്റ്റാറ്റിക് ഇൻ നേച്ചർ, അതാണ് പറഞ്ഞത്. അറേ എക്സാമ്പിളാണ്. ബട്ട് ഫോർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. അവിടെ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിള് ലിങ്ക്ഡ് ലിസ്റ്റ്, ഫയൽ, ഓർത്തിരിക്കുക. ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ. സ്റ്റാറ്റിക് ആണെങ്കിൽ കമ്പൈലേഷൻ ടൈമിൽ ഓർത്തിരുന്നാൽ മതി. ഡൈനാമിക് ആണെങ്കിൽ എപ്പോഴാണ്?
മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് റൺ ടൈമിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ. ഫയൽ പറഞ്ഞില്ല, എക്സാമ്പിളാണ് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഓർക്കാനുള്ളത്. പിന്നീട് ഓപ്പറേഷൻസ് ആണ്, ഡേറ്റ സ്ട്രക്ചറിൽ വരുന്ന ഓപ്പറേഷൻസ്. നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻസ് മെയിനായിട്ട് 5 പറയുന്നു, 6 ഉണ്ട്. ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, സോർട്ടിങ് ആൻഡ് മർജിങ്. അത് നമ്മൾ കണ്ടതാണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിലെ എല്ലാ എലമെൻസിനും ഏതെങ്കിലും ഒരു രീതിയിലൊന്ന് വിസിറ്റ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. അതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ട്രാവേഴ്സിങ് ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ ഡേറ്റ സ്ട്രക്ചർ ഈസ് വിസിറ്റഡ്. ആ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിൽ, ആ ഡേറ്റ സ്ട്രക്ചറിൽ എല്ലാ ഐറ്റത്തിനെയും ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക. അത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ആകാം, മനസ്സിലായോ? അത് ഒരു എന്താണ്, റീഡ് ആകാം, റൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു അഡീഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ അറയിലുള്ള എല്ലാ എലമെൻസിനും, ആ ഡേറ്റ സ്ട്രക്ചറിലെ എല്ലാ എലമെൻസിലും ഓപ്പറേറ്റ് ചെയ്യുക. അതിനെയാണ് ട്രാവേഴ്സൽ എന്ന ജനറൽ നെയിമിൽ അറിയപ്പെടുന്നത്. ട്രാവേഴ്സൽ ഈസ് ആൻ ഓപ്പറേഷൻ ഇൻ വിച്ച് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഡേറ്റ സ്ട്രക്ചർ ഈസ് വിസിറ്റഡ്. ഓക്കെ, ക്ലിയർ? ദെൻ സെർച്ചിങ് ആണ്. സെർച്ചിങ് നമുക്കറിയാം, ഫൈൻഡ് ഔട്ട് ആൻ എലമെൻറ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ. ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കണ്ടുപിടിക്കുക. ബൈനറി സെർച്ച് അല്ലെങ്കിൽ ലീനിയർ സെർച്ച് എന്നൊക്കെ പറഞ്ഞ് പല മെത്തേഡ്സും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ആ മെത്തേഡൊക്കെ. അപ്പോൾ സെർച്ചിങ് അതാണ്, ഈസിയാണ്. ഒരു എലമെൻറ്റിനെ കണ്ടുപിടിക്കുക. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഈ എലമെൻറ്റിലില്ല, ഈ കൂട്ടത്തിൽ, ഈ ഗ്രൂപ്പിലില്ല എന്ന് പറയും. ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൂടെ കണ്ടെടുക്കുക. നെക്സ്റ്റ് വൺ ഇൻസേർഷനാണ്. ഈ പർട്ടിക്കുലർ ഡേറ്റ സ്ട്രക്ചറിലേക്ക്, ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുക. അത് തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിലാകാം, അല്ലെങ്കിൽ അവസാനത്തിൽ ആഡ് ചെയ്യാം, എൻഡിങ്ങിലാകാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആകാം. ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഒരു പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യാം. അതിനെയാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡിലീഷനും ഉണ്ട്. ഡിലീഷനും അതുപോലെ തുടക്കത്തിൽ നിന്നാകാം, അവസാനത്തിൽ നിന്നാകാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നാകാം. Deletion is the operation in which a particular element is removed from the data structure. ഇനി സോർട്ടിംഗ് ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എല്ലാ എലമെൻസിനെയും അറേഞ്ച് ചെയ്യുന്ന ടെക്നിക്കിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആൽഫബറ്റ് ആണെങ്കിൽ ആൽഫബറ്റിക്കലി അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യണം. മർജിങ് എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ടു അറേസ്. അല്ലെ, മർജിങ് യൂഷ്വലി റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ് ഓഫ് ടു സോർട്ടഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ടു ഫോം ന്യൂ വൺ. രണ്ട് സോർട്ടഡ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്ത് പുതിയതായിട്ടൊരു സോർട്ടഡ് ഡേറ്റ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് നമ്മളെന്ത് പറയും? മർജിങ് എന്ന് പറയും. മർജിങ് അതുപോലെ ഒന്നാമത്തെ ലിസ്റ്റിൻ്റെ എൻഡിൽ രണ്ടാമത്തെ ലിസ്റ്റ് ആഡ് ചെയ്യാം, രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ എൻഡിൽ ഒന്നാമത്തെ ലിസ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് എലമെൻസും മിക്സ് ചെയ്ത് സോർട്ട് ചെയ്ത് നമുക്ക് മർജ് ചെയ്യാം. എനിവേ നമുക്കൊരു പുതിയ തേർഡ് അറേ കിട്ടുന്നതാണ്. ഇത്രയും ഓപ്പറേഷൻസാണ് ഇതിലുള്ളത്. ട്രാവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ചിങ്, സോർട്ടിങ് ആൻഡ് മർജിങ്. സോ എല്ലാ ഓപ്പറേഷൻസിൻ്റെ പേര് പറഞ്ഞ് പഠിക്കുക. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.